അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും നിലപാട് അത്രയും കർക്കശമായിരുന്നു. അവർ പറയുന്നതിൽ ന്യായമുണ്ട്. ഞങ്ങൾ ജാഹിലിയ കാലത്ത് അവർക്കത് നൽകിയിട്ടില്ല. പിന്നെ ഇസ്ലാം ലഭിക്കുകയും അങ്ങയെ നേതാവായി ലഭിക്കുകയും ചെയ്തതിന് ശേഷം, അള്ളാഹു ഞങ്ങളെ ഇസ്സത്തിലാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു സൂത്രപ്പണി ചെയ്യുന്നത്? ഞങ്ങളതിനോട് യോജിക്കുന്നില്ല. വല്ലാഹി ലാ നുഅതീഹിം ഇല്ല സൈഫ്, വാളല്ലാതെ മറ്റൊന്നും അവർക്ക് കൊടുക്കാനില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരി, കുഴപ്പമില്ല. ഇന്നമാ ഹുവ ശൈഉ അസ്നഉഹു ലക്കും ലമ്മാ റഅയ്തുൽ അറബ ഖദ് റമതുക്കും മിൻ ഖൗസിൻ വാഹിദ്. എല്ലാ അറബികളും കൂടി ഒരൊറ്റ വില്ലിൽ നിന്ന് നിങ്ങൾക്കെതിരെ അമ്പ് തൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് പിന്മാറിയെങ്കിലും അള്ളാഹു പിന്മാറിയില്ല. മഹാനായ നബിയുടെ മനസ്സിലുണ്ടാകുന്ന പദ്ധതികൾ, ആഗ്രഹങ്ങൾ, അതൊക്കെ അങ്ങനെയാണ്. അത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരിക ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്, ചില സ്ത്രീകൾ അവർക്ക് ലൈംഗികതയിലുള്ള താല്പര്യമോ ഭർത്താവിലുള്ള ആഗ്രഹമോ അതൊന്നും കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിയായി ജീവിക്കണം, മരിക്കണം, അങ്ങനത്തെ ആഗ്രഹമുള്ള ചില സ്ത്രീകളുണ്ടായിരുന്നു ആ കാലത്ത്. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന്, നബിയെ, ഞാൻ എന്നെ താങ്കൾക്ക് സമർപ്പിക്കുകയാണ് എന്ന് പറയുമായിരുന്നു. അങ്ങനെ അവരിൽ ചിലരെയൊക്കെ നബി സ്വീകരിക്കും, ചിലരൊന്നും സ്വീകരിക്കില്ല, അങ്ങനെയായിരുന്നു പോയിരുന്നത്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഇത് വല്ലാത്ത ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുമായിരുന്നു. അവർ തന്നെ പലരോടും ചോദിക്കും, എങ്ങനെ അതഹബുൽ മർഅതു നഫ്സഹ, പെണ്ണ് അവളുടെ സ്വന്തം ശരീരം അങ്ങനെ ദാനം ചെയ്യുമോ? അതെന്ത് പരിപാടിയാണ്, അതെന്ത് ഏർപ്പാടാണ് എന്നൊക്കെ അവർ പലപ്പോഴും പലരോടും ചോദിക്കുമായിരുന്നു. പക്ഷേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ആയിഷ ബീവിയോട് മറുപടി ഒന്നും പറഞ്ഞില്ല. മാത്രമല്ല, ആയിഷ ബീവി നബിയോട് ചോദിച്ചിട്ടുമില്ല. പക്ഷെ ആയിഷ ബീവിയുടെ നിലപാടതായിരുന്നു. അങ്ങനെ പറയുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ ഒരു വഹയ്യ് അയച്ചു, സന്ദേശം അയച്ചു. തുർജി മൻ തശാഉ മിൻഹുന്ന വതുവി ഇലൈക മൻ തശാ വമൻ ഇബ്തഗൈത മിമ്മൻ അസൽത ഫലാ ജുനാഹ അലൈക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് വന്നു. എന്ന് പറഞ്ഞാൽ, നബിയെ, അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, സ്വീകരിക്കണമെങ്കിൽ അങ്ങേക്ക് സ്വീകരിക്കാം, സ്വീകരിക്കുന്നില്ലെങ്കിൽ അങ്ങ് സ്വീകരിക്കേണ്ട, അത് അങ്ങയുടെ പരമമായ സ്വാതന്ത്ര്യത്തിന് വിടുന്നു എന്നായിരുന്നു ആ അഭിപ്രായം, അള്ളാഹുവിൻ്റെ നിർദ്ദേശം ആ ആയത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ആയത്ത് വന്നപ്പോൾ ആയിഷ ബി പറഞ്ഞു, നബിയെ, മാ അറാ റബ്ബക ഇല്ലാ യുസാരിഉ ഫി ഹവാക്ക്, നിങ്ങളുടെ ഇച്ഛയുടെ ഒപ്പം കുതിച്ച് പായുകയാണ് അങ്ങയുടെ റബ്ബ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയുണ്ടായി. മഹാനായ നബിയുടെ ആഗ്രഹത്തോടൊപ്പം, ആവശ്യത്തോടൊപ്പം അള്ളാഹു നിൽക്കും. അപ്പോൾ ഇവിടെ ഈ രംഗത്ത്, അതായത് നബിയുടെ ആത്യന്തികമായ ലക്ഷ്യം ശത്രു സേനയെ എങ്ങനെയെങ്കിലും പിളർത്തുക എന്നതാണ്. അവർ 10,000 പേർ കൂടി ഐക്യത്തോടുകൂടെ നിൽക്കുന്നതാണ് സത്യത്തിൽ ഭീഷണി. ആ പദ്ധതി തന്നെ അള്ളാഹു മറ്റൊരു രൂപത്തിൽ നടപ്പിലാക്കി. അതെങ്ങനെയെന്നറിയാമോ? ബനു ഖത്ഫാൻ ഗോത്രത്തിൽപ്പെട്ട താരതമ്യേന പ്രധാനികളിൽ ഒരാളായിരുന്ന നുഐം ബിൻ മസ്ഊദ് ബിൻ ആമിർ അൽ അസ്ജഈ എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഈ യുദ്ധത്തിൻ്റെ ഈ കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ നബിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് വന്നു പറഞ്ഞു, നബിയെ, ഞാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അങ്ങയെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇസ്ലാമിനെ പുണർന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എൻ്റെ മനസ്സ് മാറിയ, എൻ്റെ മതം മാറിയ കാര്യം എൻ്റെ ക്യാമ്പിൽ ആരും അറിയില്ല. അതുകൊണ്ട് ഇത് താങ്കൾക്കൊരു അവസരമാണ്, എന്നെ വേണമെങ്കിൽ താങ്കൾക്ക് ഉപയോഗപ്പെടുത്താം. അത് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നുഐം, വളരെ നല്ലത്, അള്ളാഹു താങ്കൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷേ താങ്കൾ എന്തൊക്കെ പറഞ്ഞാലും ഒരൊറ്റ വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിന് തീർച്ചയായും ഒരു പരിധിയുണ്ട്, പ്രത്യേകിച്ചും ഒരു യുദ്ധക്കളത്തിൽ. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുക ചതിയാണ്.
ചതി പാടില്ല, പക്ഷേ യുദ്ധത്തിൽ ചതിയാവാം. അൽ ഹർബു ഖിദ്അത്തുൻ, നബി ഒപ്പം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തോളൂ എന്ന് നബി പറഞ്ഞു. ബുദ്ധിമാനായ നുഐം ഇത് കേട്ടപ്പോൾ നേരെ ചൊവ്വെ ബനു ഖുറൈലയിലെത്തി. ബനു ഖുറൈലക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. കാരണം ബനു ഖത്ഫാനിൽ നിന്നൊരാളാണല്ലോ വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ നുഐമുമായിട്ട് ബനു ഖുറൈലക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ പ്രത്യേക അടുപ്പവും ബന്ധവുമൊക്കെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം അവരോട് വന്ന് പറഞ്ഞു, ഞാൻ അറിയാമല്ലോ, എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളോട് പ്രത്യേകമായി എനിക്ക് സ്നേഹമുണ്ട്, അനുകമ്പയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സജീവമായ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അവരെല്ലാവരും, അവരുടെ നേതാക്കന്മാരെല്ലാവരും വളരെ ഉന്മേഷത്തോടുകൂടെ ജിജ്ഞാസയോടെ എന്തായി പറയുന്നതെന്ന് കേൾക്കാൻ കൂടി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഖുറൈശികളുടെ കൂടെ കൂടിയിട്ടുണ്ട്, ഞാൻ അറിഞ്ഞു. ശരി, നല്ലത്. നിങ്ങൾ അവരെ സഹായിക്കാം എന്ന് വാക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, നല്ലത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഖുറൈശികൾ മക്കക്കാരാണ്. ജയിച്ചാലും തോറ്റാലും യുദ്ധം കഴിഞ്ഞാൽ അവർ മക്കയിലേക്ക് പോകും. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രശ്നമൊന്നുമില്ല. യുദ്ധം ജയിച്ചാൽ വിജയം, അതിൻ്റെ ആഹ്ലാദം. പരാജയപ്പെട്ടാൽ ആരും അറിയാതെ ബദറിലും ഉഹദിലൊക്കെ പരാജയപ്പെട്ടല്ലോ, എന്നിട്ട് ഇപ്പം എന്തുണ്ടായത്? അങ്ങനെ പോകും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഖുറൈശികളും ബനു ഖത്ഫാൻ ഗോത്രക്കാരും അവർ രണ്ടുപേരുമാണല്ലോ യുദ്ധത്തെ നയിക്കുന്നത്. രണ്ടു പേരും ജയിച്ചാലും തോറ്റാലും സുരക്ഷിതമായി തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകും. പക്ഷേ നിങ്ങളുടെ കാര്യം അതല്ലല്ലോ. നിങ്ങൾ മദീനയിൽ താമസിക്കുന്നവരാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അഥവാ യുദ്ധം പരാജയപ്പെട്ടാൽ, വിജയിച്ചാൽ വിജയിച്ചു, പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ വരാനില്ല. അഥവാ യുദ്ധം പരാജയപ്പെട്ടാൽ, പരാജയപ്പെട്ടുകൂടാ എന്നൊന്നും പറയാൻ കഴിയില്ല, തീർച്ചയായും വിജയിക്കുമെന്ന് കരുതിയ രണ്ട് യുദ്ധങ്ങൾ പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നെ വിജയിക്കാനുള്ള ന്യായങ്ങളൊന്നും ഇതുവരെ പ്രകടമായി പുറത്ത് വന്നിട്ടുമില്ല. അതുകൊണ്ട് അവർ അഥവാ വിജയിച്ചാൽ നിങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. നിങ്ങൾക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കോട്ടകൾ, കൊത്തളങ്ങൾ, നിങ്ങളുടെ വീടുകൾ, നിങ്ങളുടെ നാക്കാലികൾ, കൃഷിസ്ഥലങ്ങൾ ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതൊക്കെ പിടിച്ചെടുത്തുകൊണ്ടായിരിക്കും മുസ്ലിമീങ്ങൾ നിങ്ങളോട് പ്രതികാരം ചെയ്യുക. കാരണം നിങ്ങൾ വെറും യുദ്ധം ചെയ്തവർ മാത്രമല്ല, നിങ്ങൾ മുഹമ്മദുമായിട്ടുള്ള കരാറ് ലംഘിച്ചവർ കൂടിയാണ്. അപ്പോൾ അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അവകാശം ധാർമ്മികമായി തന്നെ ഉണ്ട് താനും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവർ ഒന്നുകൂടി നുഐമിൻ്റെ അടുത്തേക്ക് ഇരുന്നു. എന്നിട്ട് അവർ ചോദിച്ചു, എന്താണ് മല്ലദീ തർമീലൈ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.